അപ്പൊ എല്ലാവർക്കും എന്റെ വലിയ ഹായ്. അപ്പം ഞാൻ ലാസ്റ്റ് എൻ്റെ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എവിടെ ഇടണം? കമൻസിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എനിക്ക് ആ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ആദ്യമായിട്ട് കണ്ട ഒരു കമന്റ് എന്ന് പറയുന്നത്, ആസ് എ ബിഗിനർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആ ഒരു ക്വസ്റ്റ്യൻ. അത് ആ ഒരാൾക്ക് മാത്രമല്ല, ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടാവും. ഇല്ലേ? അപ്പൊ ആ ഒരു ഡൗട്ട് തീർക്കാനാണ് സത്യത്തിൽ ഈ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതായത് ഏറ്റവും ഫൗണ്ടേഷൻ ലെവലിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് തുടങ്ങാന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ന്യൂസ് പേപ്പർ അല്ലേ? ന്യൂസ് പേപ്പർ വായിക്കണം. അതാണ് ഏറ്റവും ബേസിക്. ഒന്നും അറിയാണ്ട് ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പോലും എന്താണ് UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 100% പറയും ന്യൂസ് പേപ്പർ വായിക്കുക. നോട്ട് ഉണ്ടാക്കി ഒന്നും വേണ്ട. ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആലോചിക്കുകയേ വേണ്ട. ജസ്റ്റ് ന്യൂസ് പേപ്പർ വായിക്കുക. അപ്പം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ചെറിയ ചെറിയ എന്തെങ്കിലും വേർഡ്സ് കാണും. അപ്പോൾ അതെന്താ നോക്കും. അങ്ങനെ നമ്മൾ വായിച്ചു പോകുമല്ലോ. അപ്പം ഏറ്റവും ബേസിക് നമുക്ക് ന്യൂസ് പേപ്പറാണ്. പിന്നെ വേണ്ടത് എന്താണ്? പിന്നെ വേണ്ടത് ബേസിക് ആയിട്ട് നമുക്ക് GSന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് NCERT സ്റ്റാർട്ട് ചെയ്യണം. NCERT ഞാൻ എന്തായാലും ഓരോ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക് നമ്മൾ NCERT വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ സബ്ജക്റ്റ് വൈസ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് വീഡിയോസ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് തൊട്ട് കണ്ടാൽ മതി. അത് റിവൈസ് ചെയ്യുക. ഓക്കെ, അത് റിവൈസ് ചെയ്ത് NCERT നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ GSൻ്റെ മെയിൻ പൊളിറ്റിക്ക് നമ്മൾ ലക്ഷ്മികാന്ത്, എക്കണോമിക്സിന് നമ്മൾ രമേശ്, ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോവും. ഓക്കെ, അപ്പം അതിനു മുമ്പ് നിങ്ങളായിട്ട് ചെയ്യേണ്ടത് ന്യൂസ് പേപ്പറാണ്. നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കി നോട്ട്സ് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് ഞാൻ മന്ത്ലി ആ ഒരു മാസം നടന്ന എല്ലാ മെയിൻ ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിട്ട് ടെൻഷൻ വേണ്ട. അല്ലാണ്ട് ഡെയിലി ന്യൂസ് പേപ്പർ നിങ്ങൾ നോക്കി നിങ്ങൾ നോട്ട് ഉണ്ടാക്കി വെക്കുക. കാരണം നിങ്ങളത് നോട്ട് ഉണ്ടാക്കി വെക്കുമ്പം ഇപ്പോൾ രണ്ടാമത്തെ, അതായത് നമ്മുടെ മെയിൻസ് എക്സാമിന് ആൻസേഴ്സ് എഴുതാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് അത് വായിച്ച് അത് നോട്ട്സ് എഴുതുമ്പം കുറച്ചും കൂടി അത് റീകോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പറാണ്. ഇനിയിപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഒരു ബിഗിനറായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ന്യൂസ് പേപ്പറും അതേപോലെ തന്നെ NCERT വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ NCERT ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് പേപ്പർ നിങ്ങളായിട്ട് തന്നെ ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് അപ്പോൾ ഒരു ഡൗട്ട് വരും. എന്തായിരിക്കും? ന്യൂസ് പേപ്പർ എങ്ങനെയാണ് ഒരു ആസ് എ ബിഗിനർ വായിക്കുന്നതെന്ന്. ഇപ്പം ചെറുപ്പം തൊട്ട് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നവരുണ്ടാവും. അതല്ലാണ്ട് ഇപ്പോൾ ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഒട്ടും പേടിക്കണ്ട. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് UPSC പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റുന്നത്. അതിൽ ആദ്യം വരുന്ന ഡൗട്ട്, ഏത് ന്യൂസ് പേപ്പറാണ് വായിക്കേണ്ടത്? ഓക്കെ, ഇതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏത് ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്. അതിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ, അതായത് വേറൊരാൾ റെക്കമെൻഡ് ചെയ്ത് ഇത് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും ഒരു ന്യൂസ് പേപ്പർ വായിക്കരുത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം തോന്നിയത്, അതായത് നിങ്ങൾക്ക് ഏതാണ് ഒരു വായിക്കുമ്പോൾ ഒരു സുഖം, നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് കൂടുതൽ അതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും, അങ്ങനത്തെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ആ ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കാനും ഞാൻ പറയത്തുള്ളൂ. ഞാനും ഇതിലൊരു ന്യൂസ് പേപ്പർ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ന്യൂസ് പേപ്പർ നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്ത പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര സമയമാണ്, എത്ര ടൈമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതെന്നുള്ളത്. ഇതിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ബിഗിനർ ആണെങ്കിൽ ആദ്യം തൊട്ട് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കണം. ഇതിൽ ഏതൊക്കെ ന്യൂസാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയത്തില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് വായിക്കുമ്പം 2 hours എന്തായാലും എടുക്കും. 2 hours നിങ്ങൾ എടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 3 months ഒക്കെ ആകുമ്പം ഇത് മെല്ലെ കുറഞ്ഞ് നിങ്ങൾ എന്തായാലും ഒരു 1 hour അല്ലെങ്കിൽ ഒരു മാക്സിമം 45 minutes ഞാൻ പറയത്തുള്ളൂ. 45 minutes to 1 hourൽ ന്യൂസ് പേപ്പർ വായിക്കാൻ നോക്കണം. അതൊരു മോർണിംഗിലായിരിക്കുമ്പോൾ ഞാൻ ഒരു അതായത് ഞാൻ ചെയ്തിരുന്ന മോർണിംഗ് ആണ്. പക്ഷെ നിങ്ങൾക്ക് അത് വൈകുന്നേരമാണ്, അല്ലെങ്കിൽ മോർണിംഗിൽ മെയിൻ ന്യൂസ് വായിച്ച എഡിറ്റോറിയൽ കുറച്ചും കൂടി ഫ്രീ മൈൻഡൊക്കെ ആയിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ അത് വൈകുന്നേരത്തേക്ക് വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. മോർണിംഗ് വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, അത്രയും കാമായിരിക്കും, തലയിലൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ന്യൂസ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എനർജി ഉണ്ടാവും, കൂടുതൽ സംഭവങ്ങളൊക്കെ തല കയറ്റാനായിട്ട്. അപ്പോൾ മോർണിംഗ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം 2 hours എന്തായാലും എടുക്കും. കാരണം എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഇതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് വെക്കണമല്ലോ. അതുകൊണ്ട് ആദ്യം എന്തായാലും ഒരു
2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ എടുത്ത് നിങ്ങൾ വായിക്കുക. മെല്ലെ മെല്ലെ ഒരു 3 ദിവസം കഴിയുമ്പോഴേക്ക് 45 മിനിറ്റ്സിലേക്ക് ആക്കുക. ഓക്കെ. ഇനി ഇതിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് എന്ന് നിങ്ങൾ ആലോചിക്കും. അതിൽ ആദ്യം ചെയ്യേണ്ടത് UPSCക്ക് ഒരു വാസ്റ്റ് സിലബസ് ഉണ്ടല്ലോ. ഈ വാസ്റ്റ് സിലബസ് നിങ്ങൾ ഒന്ന് പ്രിന്റ് എടുത്ത് വയ്ക്കുക. ആദ്യം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ തലയിൽ അത് രജിസ്റ്റർ ആവണമെങ്കിൽ ആദ്യം അത് പ്രിന്റ് എടുത്ത് നമ്മുടെ റൂമിൽ തന്നെ ഒന്ന് വെക്കുക. ഓക്കെ. എന്നിട്ട് ഓരോ ന്യൂസ് കാണുമ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ, കാരണം ഇത് ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാരാകുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സിലബസ് നോക്കിയിട്ട് സിലബസിൽ ഇത് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ ന്യൂസ് വായിക്കുക. അങ്ങനെയാണ് ഞാൻ പറയാം. പിന്നെ ഇതിപ്പോൾ നമുക്ക് ബ്രോഡായിട്ട് പറയണമെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്ന് പറയണം. നമുക്ക് പേജ് വൈസ് പറയാം. ഫസ്റ്റ് പേജിൽ നമ്മൾ ന്യൂസ് പേപ്പർ കിട്ടി. ഫസ്റ്റ് പേജ്. ഓക്കെ. ഫസ്റ്റ് പേജിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് ഉണ്ടോ, UPSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടോ എന്ന് നോക്കുക. മിക്കതും ഫസ്റ്റ് പേജ് അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും. അതല്ലാണ്ട് ശരിക്കുള്ള ഫസ്റ്റ് പേജ് കേട്ടോ. അതിൽ ചിലപ്പം എന്തെങ്കിലും നമുക്ക് പൊളിറ്റിക്കലായിട്ട് ന്യൂസ് വരാം, അതേപോലെ എക്കോളജിക്കലായിട്ട് ന്യൂസ് വരാം. ഇതൊക്കെ അവിടെ ഉണ്ടാവും. ആ ന്യൂസ് നോക്കിയിട്ട് അത് വായിക്കുക. ആ ഇമ്പോർട്ടൻ്റ്, അതായത് ഫസ്റ്റ് പേജിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ന്യൂസ് വായിക്കണം. ഓക്കെ. അത് കഴിഞ്ഞ് സെക്കൻഡ് പേജിൽ വരുന്നത്, ഇപ്പം ഞാൻ കൊച്ചി ബേസ്ഡ് ആണ്. അപ്പം കൊച്ചി എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് ഹെഡിങ് ഉണ്ടാവും. കൊച്ചിയിൽ നടക്കുന്ന ലോക്കൽ ന്യൂസ് ആയിരിക്കും. ലോക്കൽ ന്യൂസ് നമുക്ക് വേണ്ട, ഒരാവശ്യമില്ല. ഓക്കെ. ലോക്കൽ ന്യൂസ് നമുക്ക് വായിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ. ഇത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയണേക്കാളും മുമ്പേ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അവോയ്ഡ് ചെയ്യേണ്ടത് പൊളിറ്റിക്കൽ ന്യൂസ്, അതായത് ഇലക്ഷൻ്റെ സമയത്ത് വരുന്ന ന്യൂസ്, ഓപ്പോസിഷൻ എങ്ങനെ പറഞ്ഞു അപ്പോൾ അതിന് തിരിച്ചിങ്ങനെ പറഞ്ഞു, അങ്ങനത്തെ പൊളിറ്റിക്കൽ ന്യൂസ് വരും. അത് നമുക്ക് ഒട്ടും വേണ്ട. പിന്നെ വരുന്നത് ഈ ചില എന്താ പറയുക, ബിസിനസ് ന്യൂസ് ഉണ്ടാവും. ബിസിനസ് ന്യൂസ് നമുക്ക് ഒട്ടും ആവശ്യമില്ല. ബിസിനസ് ന്യൂസിൽ ഇൻഫ്ലേഷൻ വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് വന്നു, അങ്ങനത്തെ വല്ല ആവശ്യമുള്ള UPSCക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. പക്ഷെ മെജോറിറ്റി ബിസിനസ് ന്യൂസ് നമുക്ക് ആവശ്യം വരാറില്ല. അതുകൊണ്ട് ബിസിനസ് നമുക്ക് ന്യൂസ് വേണ്ട. പിന്നെ സ്പോർട്സ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ മാക്സിമം ഒരു ക്വസ്റ്റ്യനാണ് വരിക. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അത്ര സമയം കളയണമെന്ന് ഞാൻ പേഴ്സണലി പറയില്ല. പിന്നെ നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ ആണ്, സ്പോർട്സ് ന്യൂസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് വായിക്കുക. അല്ലാണ്ട് UPSCക്ക് വേണ്ടിയിട്ട് അത് ആവശ്യമില്ല. സോ സ്പോർട്സ് ന്യൂസ് നമുക്ക് ആവശ്യമില്ല. പിന്നെ വേണ്ടാത്തത് എൻ്റർടൈൻമെൻറ്റിൻ്റെ ന്യൂസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ടൈം ഒട്ടും കളയരുത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ന്യൂസ് നമുക്ക് വേണ്ട. പിന്നെ ക്രൈം നടന്നിട്ടുണ്ടാവും, അതായത് ഇപ്പം എന്തെങ്കിലും ക്രൈം കേസ് നടക്കുമല്ലോ. ഇപ്പോൾ ലോക്കലായിട്ട് തന്നെ കുറേ ക്രൈമൊക്കെ നടക്കുന്നുണ്ട്. ആ ന്യൂസൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പക്ഷെ അത് വായിച്ച് സമയം കളയരുത്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമില്ലാത്തത്. ഇനി നമുക്ക് സെക്കൻഡ് പേജ് പറഞ്ഞില്ലേ. തേർഡ് പേജ് പറയുന്ന ഹെഡിങ് വരുന്നത് റീജിയൺ ആയിരിക്കും. റീജിയണിലും ഇതേപോലെ തന്നെ ലോക്കൽ ന്യൂസ് ആണ് വരുന്നത്, നമുക്ക് ആവശ്യം വരാറില്ല. പിന്നെ ഫോർത്ത് പേജിൽ നമുക്ക് വരുന്നത് കേരള ന്യൂസ് ആയിരിക്കും, കേരളത്തിൽ നടക്കുന്നതായിരിക്കും. അതിൽ ചിലതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഡ്രോൺ സർവേലൻസ് വെച്ചു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അത് നമുക്ക് ഇപ്പം എക്കോളജി വല്ല എസ്സേ ആൻസേഴ്സ് എഴുതുവാണെങ്കിൽ എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ കുറേ ടോപ്പേഴ്സിൻ്റെ വീഡിയോസ് ഉണ്ടപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ലോക്കൽ ന്യൂസ് അവർ നോക്കിയിരുന്നില്ല, പക്ഷേ ലോക്കൽ ന്യൂസിലുള്ള പല സാധനങ്ങളും അവർക്ക് എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട, ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഓർക്കും പറ്റും. അപ്പോൾ ആ ഓർക്കും ഇത് എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ന്യൂസൊക്കെ ഉണ്ടെങ്കിൽ നോക്കി വയ്ക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് UPSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വല്ല പൊളിറ്റിക്കൽ സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നോക്കി വയ്ക്കുക. അല്ലാണ്ട് ബാക്കി ഇതേപോലെ ലോക്കൽ ന്യൂസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്ത് രസമല്ലേ, ഇപ്പോൾ കുറേ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ലോക്കൽ ന്യൂസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ 2, 3, 4 പേജ് നമുക്ക് തീർന്നു. പിന്നെ വരുന്നതാണ് ഫിഫ്ത്ത് പേജ് എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് എഡിറ്റോറിയലിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായാലും അത് വായിച്ചിരിക്കണം. ഇപ്പം നമുക്ക് കാലത്ത് ആ വായിക്കാനുള്ള എനർജിയിൽ ഇത്ര ന്യൂസൊക്കെ കണ്ടു, അതിൽ കുറേ ടോപ്പിക് ഉണ്ട്, അതിൻ്റെ പറ്റി നിങ്ങൾ കുറേ റിസർച്ച് ചെയ്ത് അതിൻ്റെ നോട്ട്സൊക്കെ എഴുതുമ്പോഴേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ട്രെയിൻ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എഡിറ്റോറിയൽ പിന്നത്തേക്ക് വായിക്കാൻ വല്ലതും വെക്കാം. ഞാൻ അങ്ങനെ ചെയ്തിരുന്നതാണ്. ഞാൻ എഡിറ്റോറിയൽ വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് വായിക്കുന്ന ആളാണ്. അപ്പോൾ കുറച്ചും കൂടി അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ പറ്റും. അല്ലാണ്ട് കാലത്ത് പറ്റുന്നുണ്ടെങ്കിൽ കാലത്ത് തന്നെ എഡിറ്റോറിയലൊക്കെ വായിക്കാം. ഇത് വായിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്സേ ആൻസേഴ്സ് എഴുതുമ്പോൾ ഈ എഡിറ്റോറിയൽ വായിച്ച പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും നമുക്ക് എസ്സേ ആൻസേഴ്സ് എഴുതാൻ പറ്റുന്നത്. എഡിറ്റോറിയലിൽ നമുക്ക് വായിക്കാൻ പാടില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റോറിയൽ ഈ ചില ന്യൂസ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരും.
ഓക്കെ. ഇപ്പൊ ഇന്നലെ ഒരു ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അത് വരും. അപ്പം ഒരു 2 ആഴ്ച അത് റിപ്പീറ്റഡ് ആയിട്ട് വരാന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം ഫസ്റ്റ് ഡേ വരുമ്പോൾ തന്നെ നമ്മൾ അതിനെപ്പറ്റി നോക്കി അതിന്റെ പിന്നിൽ എന്താ നടക്കുന്നത്, ഇതെന്താണ് സംഭവം, അതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ നമ്മളെ ബുക്ക് എടുത്ത് പഠിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് പിന്നെയും വരുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഇത് വരുമ്പോൾ നോക്കണ്ട. പിന്നെ ഒപ്പീനിയൻ പേജ് ഉണ്ടാവും. അതായത് ഓരോരുത്തർ പേഴ്സണലി അവരുടെ ഒപ്പീനിയൻ തന്നത് അവരുടെ പേഴ്സണാലിറ്റി ആയിരിക്കും അതിൽ കാണുന്നുണ്ടാവുക. നമുക്കത് ആവശ്യമില്ല. കാരണം നമ്മുടെ എസ് ആൻസേഴ്സ് എഴുതുവാണെങ്കിൽ നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോൾ നമ്മുടെ ഒപ്പീനിയനാണ് അവിടെ ആവശ്യമുള്ളത്. അല്ലാണ്ട് വേറൊരാളിങ്ങനെ പറഞ്ഞു അതൊക്കെ നമ്മൾ കാണാപ്പാഠം പഠിച്ച് വെച്ചിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ പേഴ്സണാലിറ്റി ബേസ്ഡ് ഒപ്പീനിയൻ ബേസ്ഡും എഡിറ്റോറിയൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. എഡിറ്റോറിയൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ന്യൂസ് പേപ്പർ ആണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 2 ഉണ്ടാവും. ഇത് എപ്പോഴും നല്ല ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ മൈൻഡിൽ വെക്കണം. ഈ 2 എപ്പോഴും നല്ല ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബാക്കി ന്യൂസ് UPSCക്ക് ഏതാണ് ആവശ്യമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് വായിക്കാം. എന്നിട്ട് എസ് ആൻസേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എഡിറ്റോറിയലിൽ അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഓക്കെ, എഡിറ്റോറിയൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 6th പേജ് ന്യൂസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഈ 6th പേജിലാണ് ഫസ്റ്റ് പേജിൽ കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് ഈ പേജിലുണ്ടാവും. അതെന്തായാലും നമുക്ക് നോക്കി അതിൻ്റെ നോട്ട്സ് ഒക്കെ എഴുതി പ്രിപ്പയർ ചെയ്യണം. സോ 6th പേജും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് 7th പേജിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് ബിസിനസ് വരും. അത് കഴിഞ്ഞ് 8th പേജ് ഇമ്പോർട്ടൻ്റ് ആണ്, വേൾഡ്. നമുക്ക് IR ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ഇപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസിൽ കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട് ഇല്ലേ? ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുറേ വാർ നടക്കുന്നുണ്ട്, കുറേ ടാരിഫ് വാർ നടക്കുന്നുണ്ട്. അപ്പോൾ വേൾഡിൽ ഇപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് എന്തായാലും നോക്കണം. പിന്നെ വേൾഡ് ന്യൂസ് നോക്കുമ്പം വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റ്ലസ് കയ്യിലുണ്ടാവണം. അതാകുമ്പോൾ ഓരോ രാജ്യത്തിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് അറ്റ്ലസിൽ നോക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഓഷ്യനിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് പറയുമ്പോൾ ആ ഓഷ്യൻ ഏത് 2 കൺട്രീസിൻ്റെ ഇടയ്ക്കാന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ മാപ്പ് ഇരുന്ന് പഠിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ന്യൂസിൽ കാണുമ്പോൾ ആ ഒരു സ്ഥലം ഇത് എവിടെയാണെന്ന് നോട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അറ്റ്ലസ് കൂടെ ഉണ്ടായിട്ട് വേൾഡ് ന്യൂസ് വായിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു അറ്റ്ലസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ആ ന്യൂസ് കാണുമ്പോൾ ഒന്ന് ഫോൺ ഉണ്ടല്ലോ, ഫോണിൽ ആ ഒരു സ്ഥലം എവിടെയാണ് അന്ന് മാപ്പ് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ആവും. ഓക്കെ, വേൾഡ് ന്യൂസ് അങ്ങനെ നോക്കണം. പിന്നെ 9th നമ്മൾ നേരത്തെ പറഞ്ഞ സ്പോർട്സ്. ഓക്കെ, സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ വായിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ പേജാണ് ഇപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്? ഫസ്റ്റ് പേജിൽ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉള്ളത് UPSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വായിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് 2, 3, 4 ലോക്കൽ കേരള ന്യൂസിൽ എന്തെങ്കിലും ആവശ്യമുള്ളതാണെങ്കിൽ എടുക്കുക, എക്സാമ്പിളിനൊക്കെ വേണ്ടെങ്കിൽ എടുക്കുക. അത് കഴിഞ്ഞ് 5th പേജ് എഡിറ്റോറിയൽ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് 6th പേജിൽ ന്യൂസിലാണ് ഫസ്റ്റ് പേജിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്, അതെന്തായാലും നോക്കണം. 7th പേജ് നമുക്ക് ആവശ്യമില്ല. 8th പേജ് വേൾഡ് IRന് വേണ്ടിയിട്ട് എന്തായാലും ആവശ്യമുണ്ടോ അതെന്തായാലും നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സ്പോർട്സ് ആണ്. സ്പോർട്സ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, പേജ് വൈസ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് പറയേണ്ടത്? ഇതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കണമെന്ന്. ഓക്കെ, ഫസ്റ്റ് ഒരു 2-3 ദിവസം ഇത് വായിക്കുമ്പോൾ ആദ്യമായിട്ട് വായിക്കുന്നവരാണെങ്കിൽ ഇത് വായിച്ചൊന്ന് എടുത്ത് ഇത് എവിടെയാണ്, ഇത് എന്താ സംഭവം, എങ്ങനെയാണ് ഓരോ പേജിൽ ഇരിക്കുന്നത്, ന്യൂസ് അത്രയും വലിയൊരു പേപ്പർ വായിച്ച് തീരുമ്പോൾ തന്നെ സമയമെടുത്ത് നിങ്ങൾ റീൻ ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക്, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് നിങ്ങൾ നോട്ട്സ് എഴുതണ്ട. ഓക്കെ, അത് കഴിഞ്ഞ് മെല്ലെ നോട്ട്സ് എഴുതാൻ തുടങ്ങാം. നോട്ട്സ് എഴുതുമ്പം ഈ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് അതേപോലെ തന്നെ എഴുതി അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കരുത്. ഓക്കെ, അതൊരുമാതിരി നമ്മൾ നോക്കി കോപ്പി അടിച്ച് എഴുതുന്ന പോലെ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ റിവൈസ് ചെയ്യാൻ പറ്റുന്ന പോലെ വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക, ഓക്കെ, ട്രംപ് ഇപ്പം ടാരിഫ് വാർ നടത്തുന്നുണ്ടല്ലോ, അതിൻ്റെ ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഹെഡിങ് എഴുതാം. ഓക്കെ, ആദ്യം നമ്മൾ ആ ഡേറ്റ് എഴുതാം. പിന്നെ മെയിൻ കാര്യം, ഇത് വെറുതെ ഇങ്ങനെ ചറ എന്ന് പറഞ്ഞിട്ട് നോട്ടിൽ എഴുതരുത്. ഒരു നോട്ട്ബുക്ക് സിലബസ് നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ, എന്നിട്ട് ഒരു നോട്ട് പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, പൊളിറ്റി, എക്കണോമിക്സ്, എക്കോളജി, പിന്നെ ഏതാ സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ ഏതാണ് പൊളിറ്റി, എക്കണോമിക്സ്, എക്കോണമി, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഹിസ്റ്ററിയും ജോഗ്രഫി ആക്ച്വലി ന്യൂസിൽ അത്രയും കാര്യമായിട്ട് വരാറില്ല, ഭയങ്കര റെയറായിട്ട് വരുന്നുണ്ടാവും. പക്ഷെ ആ റെയറായിട്ട് വരുവാണെങ്കിൽ അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അത് നോക്കി എഴുതി വെക്കണം കേട്ടോ. ജോഗ്രഫിയുടെ എന്തായാലും ഉണ്ടാവും, ഹിസ്റ്ററി ഭയങ്കര റെയറായിട്ട് വരാറ്, പക്ഷെ വരുന്ന സംഭവങ്ങൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അപ്പോൾ അത് നോക്കണം. ജോഗ്രഫിയുടെ വരുന്നത് അവിടെ എഴുതുക, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വരുന്ന ആ സെക്ഷനിൽ എഴുതുക. അത് സെക്ഷൻ എന്ന് പറഞ്ഞാൽ
ഒരു നോട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പല സബ്ജക്റ്റ് ആയിട്ട് വെച്ചാൽ മതി. കാരണം ഇതെല്ലാം കൂടെ ഒരു നോട്ടിലിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ GSന്റെ എക്സാം വരുവാണെങ്കിൽ ഫസ്റ്റ് എക്സാം വരുമ്പം ആ ഒരു എക്സാമിന്റെ സബ്ജക്റ്റ് ഏതാണ് അത് ആ ഒരു പേപ്പറിന് വേണ്ടിയിട്ടുള്ള മാത്രം നമുക്ക് നോക്കിയാൽ മതി. എല്ലാ പേപ്പറും കൂടെ നോക്കേണ്ട ആവശ്യം വരില്ല അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ വെക്കുന്നത്. എന്നിട്ട് ഇപ്പം നമ്മൾ ന്യൂസ് നോക്കുമ്പം അതിൽ ഇപ്പോൾ ഏതൊരു അമെൻമെൻറ്റ് ബില്ല് വന്നു, അമെൻമെൻറ്റ് ബില്ല് വരുമ്പം നമുക്ക് പൊളിറ്റിയിൽ എഴുതി വെക്കാം. അടുത്തൊരു ദിവസം ആൻറ്റി ഡിഫെക്ഷൻ വന്നു, അത് നമുക്ക് പൊളിറ്റിയിൽ എഴുതി വെക്കാം അല്ലേ? അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി, അത് നമുക്ക് എക്കോളജിയിൽ എഴുതാം. എക്കണോമിക്സിൽ ഇപ്പോൾ എന്തെങ്കിലും വരുന്നത് അങ്ങനെ എഴുതാം. അങ്ങനെ ഓരോ സെക്ഷനിൽ ഇങ്ങനെ ഓരോ സബ്ജക്റ്റ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതുന്നതായിരിക്കും എപ്പോഴും ഹെൽപ്പ് ആവുക. അതാകുമ്പം ഇപ്പം നമുക്ക് പൊളിറ്റി മാത്രം റിവൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ GSന്റെ പേപ്പർ നമ്മൾ പഠിച്ച ഇപ്പം NCERT നോട്ട്സ് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ, അതേപോലെ തന്നെ ലക്ഷ്മികാന്ത് ഉണ്ടാവും. അത്രയും മതിയല്ലോ പൊളിറ്റി സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പൊളിറ്റി റിവൈസ് ചെയ്യുമ്പോൾ അത് രണ്ടും കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ ഒരു ബുക്കിൻ്റെ ഈ ഒരു സെക്ഷൻ എടുത്ത് പൊളിറ്റി മാത്രം റിവൈസ് ചെയ്താൽ മതി അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബാക്ക് ടു ടോപ്പിക്. നമുക്ക് ഒരു ന്യൂസ് എങ്ങനെ എഴുതുക എന്നുള്ളത്, ഫുൾ ന്യൂസ് എഴുതരുത്. ഇപ്പോൾ ഈ ട്രംപിൻ്റെ ടാരിഫ് വാർ വരികയാണെങ്കിൽ ഡേറ്റ് എഴുതിയിട്ട് നമുക്കൊരു ആദ്യം ഒരു ഹെഡിങ് ഇടാം. അതായത് ട്രംപ് ടാരിഫ് വാർ എന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എഴുതണ എന്താണ് ഇതിൻ്റെ റീസൺ. റീസൺ എന്തായിരുന്നു? റീസൺ മോദി റഷ്യയുടെ നിന്ന് എന്ത് മേടിച്ചു? ഓയിൽ മേടിക്കുന്നുണ്ട്. പക്ഷെ അത് അവർ അതിൻ്റെ കാശ് വെച്ചിട്ട് ഉക്രൈൻ വാറിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഓയിൽ മേടിക്കുന്നതുകൊണ്ട് മേടിക്കരുത്, മേടിക്കുകയാണെങ്കിൽ ഞാൻ ടാരിഫ് വെക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആ ടാരിഫ് വെച്ചത്. അപ്പോൾ ട്രംപ് അതിനെതിരായിട്ട് 25% ടാരിഫ് വെച്ചു. അതിനുശേഷം അത് ഇൻക്രീസ് ചെയ്ത് 50% ആക്കി അല്ലേ? അപ്പം മോദി എന്ത് ചെയ്തു? അതിനെ തിരിച്ചായിട്ട് പോയി സംസാരിക്കാനോ ഒന്നിനും പോയില്ല. ആൾ നേരെ പോയിട്ട് സിയും പുട്ടിനായിട്ട് ടൈപ്പ് ചെയ്തു അല്ലേ? ചൈനയും അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡൻ്റായിട്ട് ടൈപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്, ഒരു പോയിന്റ് വൈസ്. അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ഇത് എഴുതി വെക്കാൻ. അല്ലാണ്ട് ന്യൂസ് പേപ്പർ നോക്കി വായിച്ച് ഇങ്ങനെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ബുക്ക് മൊത്തം ചിലപ്പം ഒരാഴ്ചയിൽ തീരും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ആദ്യം ടോപ്പിക് എഴുതാം, റീസൺ എന്ന് പറഞ്ഞിട്ട് റീസൺ എഴുതാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എഴുതാം, അത് കഴിഞ്ഞിട്ട് ഇപ്പം നടക്കുന്നത് പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് എന്താണ്. ഇപ്പം ഇത് പ്രസന്റ് ആണല്ലോ, ഇത് പ്രസന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. അപ്പം ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്കും സുഖമായിരിക്കും. ഇത് എൻ്റെ രീതിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രീതി ഉണ്ടാവും. മാക്സിമം ഷോർട്ടായിട്ട് ഒരു പോയിന്റിൽ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പൊളിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പം ഒരു ബുക്ക് മൊത്തം കവർ ആവരുത്. മനസ്സിലായില്ല ഞാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായില്ല? അങ്ങനെ വേണം ഒരു ന്യൂസ് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ടെക്നിക്കാണ്. കാരണം ഞാൻ കൂടുതലും പിക്ടോറൽ അല്ലെങ്കിൽ എന്താ പറയുക, ചാർട്ടൊക്കെ വരച്ചിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇന്ത്യ വരയ്ക്കും. ഇന്ത്യ വരച്ചിട്ട് ഇപ്പം ചൈനയുടെ പ്രശ്നമുണ്ടായി. അപ്പം ഈ ഒരു 3 പോയിന്റ് ചെയ്തിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് എഴുതി വെക്കും. എന്നിട്ട് ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ പ്രശ്നം കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്, ഈ ഡേറ്റ് എഴുതി വെക്കും. മനസ്സിലായോ? അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും റിവർ അല്ലെങ്കിൽ ഈ ഒരു റിവറിൻ്റെ ഇവിടെ ഒരു ഡാം സെറ്റ് ചെയ്തു, ഡാമിൻ്റെ പേരെഴുതും. ഓക്കെ, അത് കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ ഇങ്ങനെ എഴുതി വെക്കാം. അപ്പം ഇത് ഫുൾ എൻ്റെ ബുക്ക് ഫുള്ള് മാക്സിമം പിക്ചേഴ്സാണ്. ഇങ്ങനെ ആൾക്കാരെയൊക്കെ വരച്ച് ഇത് പ്രശ്നമാക്കി അങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പം എനിക്ക് അത് പിന്നെ നോക്കുമ്പം ഇതൊരു പിന്നെയും, അതായത് നമുക്ക് GS എന്തായാലും പഠിക്കാനുണ്ട്. GSന്റെ എല്ലാ സബ്ജക്റ്റും വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എന്താ പറയുക കുറേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു മടുപ്പായിരിക്കും. പക്ഷെ അതിന് പകരം കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് മൊത്തം ഇങ്ങനെ പിക്ചേഴ്സും അതേപോലെ തന്നെ ചാർട്ടും ഒക്കെ ആകുമ്പം നമുക്കത് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും കാര്യം, ഈ ന്യൂസ് എഴുതി വെച്ചിട്ട് ആ വഴി പോകരുത്, ഇത് റിവൈസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എഴുതി വെക്കണത് മൊത്തം വേസ്റ്റോ. പിന്നെ നിങ്ങൾ എഴുതുന്ന നോട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, അതായത് നിങ്ങളിത് ഭാവിയിൽ റിവൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് റിവൈസ് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ നോട്ട് എഴുതാവൂ, അല്ലാണ്ട് വെറുതെ എഴുതി വെക്കരുത്. ഓക്കെ, അപ്പം ഈ നോട്ട് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും, ഇല്ലേ? അപ്പം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 1 to 2 ബുക്ക് ഫുള്ള് ഉണ്ടാവും നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ സമയമാകുമ്പോഴേക്കും. എക്സാമിൻ്റെ സമയം ഈ 2 ബുക്ക് എടുത്ത് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തൊട്ട് വായിക്കണ പോലെ ഇരിക്കും. അപ്പം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ ആ
പിന്നെ പൊളിറ്റിക്കൽ ന്യൂസ് ഞാൻ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞല്ലോ. അതിൽ പക്ഷെ ലീഗലി ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണം കേട്ടോ. ഞാൻ പൊളിറ്റിക്കൽ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ ഓപ്പോസിഷൻ ലീഡേഴ്സ് എന്തെങ്കിലും പ്രശ്നം, അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ഇലക്ഷന്റെ കുറേ പ്രശ്നമുണ്ട്. ഇലക്ഷൻ സമയത്ത് ഒരു 2-3 പേജ് മൊത്തം ഇലക്ഷൻ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞത്. അല്ലാണ്ട് ലീഗൽ ഇമ്പോർട്ടൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ എന്തായാലും നോക്കണേ. ഓക്കെ. അപ്പം നമ്മൾ നോട്ട് എങ്ങനെ എഴുതണ്ടേന്ന് പറഞ്ഞു. പേജ് വൈസ് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞു. അല്ലേ? ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം ബിഗിനേഴ്സ് ആവുമ്പോൾ എന്തായാലും 2 അവേഴ്സ്, 2 അവേഴ്സിന്റെ മുകളിൽ പോകരുത്. 2 അവേഴ്സിന്റെ മുകളിലേക്കൊക്കെ പോവാണെങ്കിൽ എന്താ പറയാ, മാക്സിമം 3 അവേഴ്സ് ഒക്കെ നിങ്ങൾ ആദ്യമൊക്കെ വായിക്കുമായിരിക്കും. കാരണം ഒരു ഐഡിയ ഇല്ലല്ലോ. പക്ഷെ പെട്ടെന്ന് തന്നെ 2 അവേഴ്സ് ആക്കുക. മാക്സിമം 3 മന്ത്സിൽ 45 മിനിറ്റ്സ് ടു 1 അവർ. കേട്ടോ? മാക്സിമം അതിന്റെ മുകളിലേക്ക് പോകരുത്. പിന്നെ മെയിൻ സംഭവം, ഈ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഹിന്ദു അനാലിസിസ് ഒക്കെ കിട്ടും. ഓക്കെ. ഹിന്ദു അനാലിസിസ് കിട്ടും. നല്ല സുഖമല്ലേ? യൂട്യൂബ് വീഡിയോ കണ്ടാൽ മതി. ഒരു മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 25 മിനിറ്റ്സിലൊക്കെ ഹിന്ദു അനാലിസിസ് ഒക്കെ നമുക്ക് കിട്ടും. പ്ലീസ് ഫുള്ളി അവോയ്ഡ്. അത് ചെയ്യരുത്. കാരണം നമ്മൾ ഹിന്ദു വായിക്കുന്നത് ഇത് ഒരു നല്ലൊരു റീഡർ ആവുമ്പോൾ മാത്രമാണ് നമുക്കൊരു നല്ലൊരു റൈറ്റർ ആവാൻ പറ്റുന്നത്. അല്ലേ? നമുക്ക് നല്ല ആൻസേഴ്സ് കൊടുക്കണം. ആൻസേഴ്സിന് നല്ല എന്താ പറയുക, നല്ല വാല്യൂ ഉണ്ടാവണം. അതൊരു നല്ല റൈറ്റർ ആണെങ്കിലേ പറ്റത്തുള്ളൂ. നല്ല റൈറ്റർ ആവണമെങ്കിൽ നല്ല റീഡർ ആയിരിക്കണം. അപ്പം എപ്പോഴും അത് വായിച്ച് മനസ്സിലാക്കിയാലാണ് നമുക്ക് നല്ല ആൻസേഴ്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. പിന്നെ അത് നമുക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഹിന്ദു അനാലിസിസ് ആകുമ്പോൾ വേറൊരാളായിരിക്കും അത് അനലൈസ് ചെയ്യുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളത് അനലൈസ് ചെയ്ത് നമ്മളതിനെപ്പറ്റി നോട്ട് എഴുതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യുമ്പോൾ എക്സാമ്പിളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ഇതൊക്കെ എപ്പോഴും ബയാസ്ഡ് ആയിരിക്കും. അവരുടെ ചിന്താഗതി അനുസരിച്ച് അത് എപ്പോഴും ബയാസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ, അങ്ങനെയൊക്കെ കുറേ ബയാസ് അതിൽ വരും. സോ ഒരിക്കലും ഇങ്ങനത്തെ അനാലിസിസ് കാണരുത്. നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കുക. പിന്നെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്ലി ആ മാസം നടന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ആ മാസം അവസാനം നമ്മളേക്ക് ഞാൻ പറയും. പ്ലസ് നമ്മൾ എക്സാമിന് മുമ്പ് ഇയർലി പറയും. ഇതെല്ലാം കൂടെ നമ്മൾ റിവൈസും ചെയ്യും. പിന്നെ മോക്ക് ടെസ്റ്റിൽ നമ്മളത് എന്തായാലും കറണ്ട് അഫയേഴ്സിന്റെ കുറേ വരും. പിന്നെ GSന്റെ ഏത് സബ്ജക്റ്റ് എടുത്താലും പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, എക്കോളജി, സയൻസ് ആൻഡ് ടെക്നോളജി, ഇത് ഏത് പഠിക്കുമ്പോഴും അതിന്റെ ഏറ്റവും റീസെന്റ് ഡെവലപ്മെന്റ് അതിന്റെ കൂടെ പറഞ്ഞിരിക്കും. ഓക്കെ. സോ ഡോണ്ട് വറി. നമുക്ക് അതെന്തായാലും പഠിക്കാം. അപ്പം അനാലിസിസ് ഒന്നും നോക്കി വെറുതെ സമയം കളയരുത്. ഓക്കെ. അപ്പം ആസ് ഐ സെഡ് ബിഫോർ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ പറയാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെന്തായാലും ഇതേപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ ഞാനത് റെക്ടിഫൈ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ അറ്റൻഡൻസ് അറിയാലോ. എൻ്റെ സ്റ്റുഡൻസിന് അറിയാം അറ്റൻഡൻസ്. ഒരു ലൈക്ക് ചെയ്താൽ മതി. എത്ര പേര് ഇത് കാണുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ. അത്രേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ക്ലാസ് പറയുന്നത് നമുക്ക് ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ NCERT ഓരോ സബ്ജക്റ്റ്. ഓക്കെ. 6th to 12th ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay. Bye bye.